ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഇന്ന് ജനുവരി 20, മാർട്ടിൻ ലൂതർ കിങ് ദിനം. അമേരിക്കൻ ഐക്യനാടുകളിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മാർട്ടിൻ ലൂതർ കിങ്. 1929 ജനുവരി 15 ജനിച്ച അദ്ദേഹം അമേരിക്കയിലെ കറുത്ത വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കു വേണ്ടിയും അവരുടെ പൗരാവകാശ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയും പോരാടിയ ധീര നേതാവായിരുന്നു. 1963 ഓഗസ്റ്റ് 28 ലിങ്കൺ മെമ്മോറിയലിന് മുന്നിൽ തടിച്ചുകൂടിയ 2 ലക്ഷത്തോളം ജനങ്ങളെ അഭിസംബോധനം ചെയ്ത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം 20-ാം നൂറ്റാണ്ടിൽ ലോകം കേട്ട മികച്ച പ്രസംഗങ്ങളിൽ ഒന്നാണ്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതും പൗരാവകാശ പ്രസ്ഥാനത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊന്നായ പ്രസംഗങ്ങളിലൊന്നായി ഇത് മാറി. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ച വാഷിംഗ്ടൺ മാർച്ചിൽ വെച്ചാണ് മാർട്ടിൻ ലൂതർ കിങ് ഈ പ്രസംഗം നടത്തിയത്. അമേരിക്കയിലെ കറുത്തവർഗത്തോടുള്ള വംശീയ വിവേചനത്തെ എതിർക്കുന്നതും പൗരാവകാശ നിയമനിർമ്മാണം പാസാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ മാർച്ചിൻ്റെ ലക്ഷ്യം. ജൂലൈ 2 പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ 1964 പൗരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച് വംശം, നിറം, മതം, ലിംഗഭേദം അല്ലെങ്കിൽ ദേശീയ ഉത്ഭവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിയമവിരുദ്ധമാക്കി. അതേ വർഷം പൗരാവകാശ പ്രസ്ഥാനത്തിലെ തൻ്റെ അചഞ്ചലമായ പ്രവർത്തനത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി കിങ് മാറി. 1968 ഏപ്രിൽ 4 മാർട്ടിൻ ലൂതർ കിങ് ജെയിംസ് എൽ റോയിയുടെ വെടിയേറ്റു മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം രാജ്യത്തുടനീളം കലാപത്തിന് കാരണമായി. US-ൽ എല്ലാ വർഷവും ജനുവരിയിലെ 3-ാമത്തെ തിങ്കളാഴ്ച അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൊച്ചി.